തൈക്കുടത്തെ ഈ വീടിന് മുമ്പിൽ ഉച്ച മുതൽ 78 വയസ്സ് പ്രായമുള്ള സരോജന എന്ന് പറയുന്ന വയോധിക കുത്തിയിരിക്കുകയാണ്. വീടിനകത്തേക്ക് കയറാൻ, ഈ പൂട്ടിയിട്ട വീടിനകത്തേക്ക് കയറാൻ ഏതെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണമെന്നാവശ്യപ്പെട്ട് RDOയ്ക്ക് പരാതി നൽകിയിരുന്നു. RDO ഈ അമ്മയെ വീടിനകത്തേക്ക് കയറ്റണമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കി. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായില്ല. MLA, കൌൺസിലർ, മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം നാട്ടുകാരടക്കം അമ്മയ്ക്ക് പിന്തുണയുമായി ഈ വീടിന് മുമ്പിലുണ്ട്. അമ്മ മകളുമായി ഏതെങ്കിലും തരത്തിൽ വിളിക്കാനോ ഫോൺ ചെയ്യാനോ ഒക്കെ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. അമ്മയോട് എന്ത് പറഞ്ഞിട്ടാ ഒരു വർഷം മുമ്പ് മകള് പോയത്? അവിടെ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പൊ എന്നോട് ഇളയ മക്കളുടെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി 2 ദിവസം കഴിയുമ്പോൾ അവര് പോയെന്ന് പറയുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീട് പൂട്ടിയിട്ടേക്കണം, താഴെ കെട്ടി അവിടെയും പൂട്ടിയിട്ടേക്കണം. പിന്നെ ഞാൻ പോകും. പിന്നെ അങ്ങനെ 2-3 പ്രാവശ്യം വരെയും പോയിട്ടുണ്ട്. അവർക്കും ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് എപ്പോഴും നടക്കുമ്പോൾ അങ്ങനെ പോയതാണ്. നമ്മളെന്താ കാരണമൊന്നുമില്ല, ഒരു കാര്യമില്ല. ഇളയ മോളുടെ കൂടെയും അമ്മ ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് അല്ലേ? ഞാൻ ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. എന്റെ അച്ഛനും അമ്മയായിട്ടുള്ള വീടാ മോളെ. പിന്നെ മോള് പൊളിച്ച് പണിതെന്ന് മാത്രം. അമ്മയ്ക്ക് ഒരു ആഗ്രഹമുള്ളത് അമ്മ താമസിച്ചിരുന്ന ഈ വീടിന്റെ അകത്ത് കിടക്കണം. എനിക്ക് എന്റെ വീട്ടിൽ കിടന്ന് മരിക്കണം. വേറെ എങ്ങും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ അച്ഛനും അമ്മ ഇവിടെ കിടന്നാൽ മരിച്ചു. എനിക്ക് ഇതുപോലെ MLA ഉമാ തോമസ് ഉണ്ട്. ഇത് വ്യക്തിപരമായ പ്രശ്നമാണ്. പക്ഷേ ഒരു പ്രായമുള്ള സ്ത്രീ ഇങ്ങനെ വീടിനകത്ത് കയറാതെ പുറത്തിരിക്കാന്ന് പറയുന്നത് ഒരു മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാനും കഴിയുന്നില്ല. വന്നിട്ടുണ്ട്, എന്താ കാര്യം എന്നറിയില്ല. അവരെനിക്കവിടെ പോലീസ് ഇന്നിപ്പോൾ പ്രൊട്ടക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നാ പറയുന്നത്. എന്നിട്ട് നാളെ അവർ വീണ്ടും RDOന്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന്. എനിക്ക് തോന്നുന്നത് ഈ ഓർഡർ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. നാളെ ഇവർ സ്റ്റേ കൊണ്ടുവരും, ഒരു സംശയമില്ലാത്ത കാര്യം. പോലീസ് മറ്റൊരിടത്തേക്ക് മാറ്റാന്ന് പറയുന്നു. അമ്മ പോവാൻ തയ്യാറാണോ? അല്ല, ഞാൻ പോകില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് വേറെ വീട്ടിലെങ്ങും പോകണ്ട. ഒരു വീടും തരയും വേണ്ട. എനിക്ക് എന്റെ വീട് തുറന്നെന്നാൽ എനിക്ക് എന്റെ വീട് തുറന്നകത്ത് കയറാമല്ല. ആരെങ്കിലും തുറന്നു തന്നാൽ മതി, ഞാൻ അകത്ത് കയറി കിടന്നോളാം. എനിക്ക് വേറെ എങ്ങും പോകണ്ട. താൻ ജീവിച്ച വീടാണ്, ഇവിടെ അകത്ത് തന്നെ കയറി കിടക്കണമെന്നാണ് ആഗ്രഹമെന്ന് അമ്മ ആവർത്തിച്ച് പറയുകയും ചെയ്തു. എന്തായാലും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പോലീസിന് RDOയുടെ ഓർഡർ ഉണ്ട്. പക്ഷേ എന്ത് നടപടിയായിരിക്കും ഇതിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.